ലിഫ്റ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഒറിജിനൽ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളതും, അല്ലാണ്ട് തിയേറ്റർ റിലീസൊന്നുമില്ല. ഇല്ലാഞ്ഞത് കാര്യമായി തന്നെ പറയാം. ഒരു കോമഡി ആക്ഷൻ ജോണറിലുള്ള സിനിമയാണ്. കെവിൻ ഹാർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഉർസുല കൊബേറോ ഉണ്ട്, നമ്മളുടെ മണി ഹെയ്സ്റ്റിലെ ടോക്കിയോ എന്നുള്ള ക്യാരക്ടറിന് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ആക്ട്രസ്. ആ രണ്ട് കാരണങ്ങളാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. ഒരു കോമഡി ആക്ഷൻ സിനിമയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പോകുന്നത്. ഇത് മണി ഹെയ്സ്റ്റ് പോലെ തന്നെ ഒരു ഹൈസ്റ്റാണ് ഇതിനകത്തും കാണിക്കുന്നത്. ഇതിനകത്തൊരു കണ്ടെയ്നർ ഗോൾഡ് അല്ലെങ്കിൽ ഒരു വലിയ ബൾക്ക് ഓഫ് ഗോൾഡ് ഒരു വിമാനത്തിൽ നിന്ന് ഇവർ ലിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. അപ്പം സൈറസും ടീമും ചേർന്നിട്ട് എന്തിനാണ് ഇത് ഈ ഒരു ഗോൾഡ് ഇവർ തെഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം സൈറസ് ടീമും ഒരു തെഫ്റ്റ് അല്ലെങ്കിൽ ആർട്ട് തെഫ്റ്റേഴ്സാണ്. ആർട്ട് തെഫ്റ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ ആർട്ടുകളെല്ലാം മോഷ്ടിക്കുന്ന പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരാണ്. നല്ല ആർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ അടിച്ചു മാറ്റും. അതാണ് ഇവരുടെ ജോലി. അപ്പം ആബിഗൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർപോൾ ഏജൻ്റ് ഉണ്ട്. അവർ ഈ ആബിഗലിനും നമ്മളുടെ സൈറസിനും ഒരു ചെറിയ പാസ്റ്റൊക്കെ ഉണ്ട്. ഇവർ ചെറുതായിട്ടൊന്ന് ഡേറ്റ് ചെയ്തിട്ടുണ്ട് പാരീസിൽ വെച്ചിട്ട്. അങ്ങനെ ഈ ഒരു ഇതൊക്കെ വരുന്നു. അങ്ങനെ സൈറസിനെ പിടിക്കാമെന്നൊരു സിറ്റുവേഷൻ വരുമ്പം ആബിഗലിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ആൾ വന്നിട്ട് പറയുന്നു അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് അവരെ കൊണ്ട് യൂസ് ഉണ്ട്. ഇതേപോലെ ജോയ്സൺ എന്ന് പറയുന്ന വലിയൊരു ബാങ്കർ, പുള്ളിക്കാരൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാനിപ്പുലേഷനിലൂടെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം വേറൊരു വലിയ ഹാക്കർ ടീമുമായിട്ട് ഇവർ ചേർന്നിട്ട് കുറേ വലിയ സംഭവങ്ങൾ, അതായത് അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ എല്ലാം സ്റ്റോക്കിൽ ഇവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലഡ്, അതേപോലെ തന്നെ ടെററിസ്റ്റ് അറ്റാക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടും സ്റ്റോക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ഈ ഒരു ഹാക്കേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഗോൾഡ് ബ്രിക്സിലാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് പ്ലെയിനിലാണ്, ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഒരു സാധനത്തെ ഇവിടെ എടുക്കണമല്ലോ. അപ്പം ഈ സൈറസിൻ ടീമിനോട് അതുപോയി പറയുന്നു, ഇവർക്ക് ഇത് സാധനം തൂക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാണ്, ഇവരുടെ കേസുകളെല്ലാം ഒഴിവാക്കി വിടാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സൈറസിൻ ടീമും അവരെ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. ആബിഗൽ ഈ ഒരു ടീമിൽ വേണമെന്ന് പറയുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്നു. അത് കിടിലോട്ടൊക്കെയാണ് ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അത് വെറൈറ്റി കൺസെപ്റ്റാണ് കേട്ടോ. അവർ ഒരു പ്ലെയിനിൽ നിന്ന് എങ്ങനെ സ്വർണ്ണം അടിച്ചു മാറ്റണം എന്നുള്ളത് അവർ കാണിക്കുന്നത് കിടിലം എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് പോകുന്നു, ആ ഒരു ഫ്ലൈറ്റിൽ തന്നെ വേറൊരു റഡാറിൽ കാണാൻ പറ്റാത്ത സ്റ്റെൽത്ത് മോഡിൽ പോകുന്നൊരു വേറൊരു പ്രൈവറ്റ് ജെറ്റിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ഒറിജിനൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിനെ വേറെ റൂട്ടിലേക്ക് പറഞ്ഞു വിടുന്നു, തിരിച്ചു വിടുന്നു. അങ്ങനെ കിട്ടുന്ന ഐഡിയാസൊക്കെയാണ് കാണിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് ഇവരുടെ ബാക്കപ്പ് പ്ലാൻ എന്താണ്, അതുപോലെ യൂഷ്വലി നമ്മളെല്ലാത്തിലും കുറച്ച് കള്ളന്മാർ ചേർന്നുണ്ടാക്കുന്ന പരിപാടികളുള്ള ഒരു ബാക്കപ്പ് പ്ലാനാണ് ഈ സ്വർണ്ണം ഇവർക്ക് ഇങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ളത്. അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ വരുന്നു. ഇവരുടെ കൂടെ നിൽക്കുന്ന സൂപ്പർവൈസർ ഇവരെ ചെറുതായിട്ടൊന്ന് തേക്കാൻ നോക്കും. അങ്ങനെ ഈ ഒരു നമ്മൾ യൂഷ്വലി കാണാനുള്ള ഫ്ലൈറ്റിൽ ഇവരുടെ ഒരു തെഫ്റ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹൈസ്റ്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവണമല്ലോ. പ്രശ്നങ്ങളുണ്ടാകുന്നു, വില്ലന്മാർ കണ്ടുപിടിക്കുന്നു, ഇവന്മാരെ തൂക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുന്നു. ഇവർ ഇതെല്ലാം സൈറസിൻ്റെ ബാക്കപ്പ് പ്ലാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ക്ലൈമാക്സിൽ എങ്ങനെ ഇതിനെ ഒരു നല്ലൊരു എൻഡിങ്ങിൽ കൊണ്ട് നിർത്താമെന്നുള്ള രീതിയിലൊക്കെ പോകുന്നു. ഇതിനകത്ത് ആ ഒരു ഫ്ലൈറ്റ് സീൻ സ്റ്റെൽത്ത് മോഡൊക്കെ കിടിലമാണ്. ആ ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ സീനുകളൊക്കെ കിടിലമാണ്. അങ്ങനെ കുറച്ച് കിടിലൻ സീനുകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഒരു വലിയ ഒരു കിടിലൻ സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് സിനിമ, നമുക്കൊരു കോമഡി ആക്ഷൻ സിനിമ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന, കെവിൻ ഹാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഒരു ആവറേജ് അനുഭവം തരുന്നൊരു സിനിമ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കാണാറുള്ള യൂഷ്വൽ നെറ്റ്ഫ്ലിക്സ് സിനിമകളുണ്ടല്ലോ, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലിഫ്റ്റ്.